അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് അബൌട്ട് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹോർമോൺസ്, വാട്ടർ സോലുബിൾ ഹോർമോണും ലിപ്പിഡ് സോലുബിൾ ഹോർമോൺസിൻ്റെയും ക്ലാസിഫിക്കേഷനും അതിൻ്റെ എക്സാമ്പിൾസും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി അവരെങ്ങനെയാണ് അവരുടെ ആക്ഷൻസ് ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ഷൻസ്. ഫസ്റ്റ്ലി നമ്മൾ നോക്കുന്നത് ലിപ്പിഡ് സോലുബിൾ ഹോർമോൺസ് ആണ്. അത് ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോർമോൺ ഡയറക്റ്റ്ലി എങ്ങോട്ട് പാസ് ചെയ്യും? അപ്പോൾ ബ്ലഡ് കൂടെ അല്ലേ പാസ് ചെയ്യാം. ഹോർമോൺ എന്ന് പറഞ്ഞാൽ തന്നെ ഡക്ട്ലെസ് ഗ്ലാൻഡ് എന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എൻഡോക്രൈൻ ഗ്ലാൻഡ് നിന്ന് ഡയറക്റ്റ്ലി ബ്ലഡിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അതൊക്കെ നേരത്തെ പറഞ്ഞ കാര്യം. അപ്പോൾ ഹോർമോൺസ് ആക്ച്വലി റീച്ച് ഇൻ ദി ബ്ലഡ്. ഈ ബ്ലഡിലൂടെ അത് പാസ് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ ഏരിയ ടാർഗറ്റ് ഓർഗനകത്ത് എത്താറാവുമ്പോൾ എവിടെയാണോ അതിന് കയറി പോകേണ്ടത് ആ പർട്ടിക്കുലർ ഏരിയയിലുള്ള ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡിനകത്ത് കൂടെ അത് ആദ്യം പാസ് ചെയ്യും. ഓക്കെ, through this interstitial fluid it passes through the lipid bilayer. എന്ന് വെച്ചാൽ അവിടെ ഒരു സെല്ലായിരിക്കും, ആ സെല്ലിൻ്റെ ലിപ്പിഡ് ബൈലെയർ അത് പാസ് ചെയ്യും. ഓക്കെ, ലിപ്പിഡ് ബൈലെയർ ക്രോസ് ചെയ്തിട്ട് പിന്നെ അത് എവിടെ എത്തുക? ഇറ്റ് ഡയറക്ട്ലി എൻറ്റർ ഇൻ ടു ദി സെൽ. ഓക്കെ, ഒരു സെല്ലിനകത്ത് നോർമലി അത് എത്താണ് ചെയ്യുന്നത്. സോ ഫ്രം ദ ബ്ലഡ് ഹോർമോൺ passes through the interstitial fluid and it passes a lipid bilayer of the cellular membrane and then finally it enter into the cell. ഒരു സെല്ലിൻ്റെ അകത്തത് ഡയറക്റ്റ്ലി എത്തും. അത് ലിപ്പിഡ് സോലുബിൾ ഹോർമോൺസ് ആണെങ്കിൽ മാത്രമേ അതിന് ലിപ്പിഡ് ബൈലെയർ ക്രോസ് ചെയ്യാൻ പറ്റൂ. വാട്ടർ സോലുബിൾ ആണെങ്കിൽ ലിപ്പിഡ് ബൈലെയർ ക്രോസ് ചെയ്യാൻ പറ്റില്ല. അതിന് ഡിഫറെൻറ്റ് ആക്ഷനാണ് വരുന്നത്. ഓക്കെ, സോ ഇൻ ദ സെക്കൻഡ് സ്റ്റെപ്പ് വെൻ ദ ഹോർമോൺ എൻറ്റർ ഇൻസൈഡ് ദ സെൽ, അതിനകത്ത് നിന്ന് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ സെല്ല് എന്തുണ്ടാവും? ഒരു ടാർഗറ്റ് ഓർഗൻ. ഈ സെല്ലെന്ന് പറയുന്നത് നമ്മുടെ ടാർഗറ്റ് ഓർഗനാണ്. ഈ ടാർഗറ്റ് ഓർഗൻ്റെ മുകളിൽ റിസപ്റ്ററും ടാർഗറ്റും കൂടെ ബൈൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ റിസപ്റ്ററിനെ ആക്ടിവേറ്റ് ചെയ്യും. ഓക്കെ, ദാറ്റ് റിസപ്റ്റർ ഗെറ്റ് ആക്ടിവേറ്റഡ് ആൻഡ് ഇറ്റ് ഫോംസ് എ റിസപ്റ്റർ ഹോർമോൺ കോംപ്ലെക്സ്. ഓക്കെ, ആ റിസപ്റ്ററിൻ്റെ മുകളിൽ അത് ബൈൻഡ് ചെയ്തിട്ട് റിസപ്റ്റർ ഹോർമോൺ കോംപ്ലെക്സ്, നമ്മൾ നേരത്തെ വരച്ച പിക്ചർ പോലെ തന്നെ അതൊരു കോംപ്ലെക്സ് ഫോം ചെയ്തിട്ട് നിൽക്കും. ഓക്കെ, പിന്നെ അതെന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി അത് സെല്ലിൻ്റെ അകത്താണുള്ളത്. ആ റിസപ്റ്റർ ഹോർമോൺ കോംപ്ലെക്സ് നേരെ ജീൻ എക്സ്പ്രഷൻ ഓൾട്ടർ ചെയ്യുകയാണ് ചെയ്യുക. ജീൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഒരു ക്യാരക്ടർ ഫോം ചെയ്യണമെങ്കിൽ നമ്മുടെ DNA, അതാണ് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ. ആ DNAയ്ക്കുള്ളിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായാൽ നമ്മുടെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ സപ്പോസ് നമ്മുടെ പാരൻസിനെ പോലെ തന്നെ നമ്മളിരിക്കുന്നതിൻ്റെ കാര്യം എന്താ? ഹാഫ് DNA ഫ്രം ആ മദർ ആൻഡ് ഹാഫ് DNA ഫ്രം ആ പാരൻ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവരെ പോലെ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ അതുപോലെ ജീൻ എക്സ്പ്രഷൻ ചേഞ്ച് ആവണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള എന്തോ ഒരു റിയാക്ഷൻ ഇവർ ഈ റിസപ്റ്റർ ഹോർമോൺ കോംപ്ലെക്സ് ഈ DNAയിൽ ഉണ്ടാക്കും, അല്ലെങ്കിൽ ജീൻ എക്സ്പ്രഷനിൽ ഉണ്ടാക്കും, അല്ലെങ്കിൽ അതിന് ഓൾട്രേഷൻ, ഓൾറെഡി ഉള്ളതിൽ നിന്നൊരു ഓൾട്രേഷൻ ഉണ്ടാക്കും. അങ്ങനെയാകുമ്പോൾ ഒരു DNA ഒന്നുകിൽ ഇത് ഓൺ ആവാം അല്ലെങ്കിൽ ഓഫ് ആവാം. അപ്പോൾ സപ്പോസ് നമുക്ക് ഹോർമോൺസ് ഉണ്ടാവുകയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഓൺ ആവും, അതിനെ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഓഫ് ആവും. അപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഹോർമോൺ സ്റ്റോപ്പ് ആവും. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ലിപ്പിഡ് സോലുബിൾ ഹോർമോണിൻ്റെ ആക്ഷൻ വരുന്നത്. ആദ്യം അത് ബ്ലഡിൽ നിന്ന് നേരെ ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ് പാസ് ചെയ്ത് ലിപ്പിഡ് ബൈലെയർ പാസ് ചെയ്തിട്ട് നമ്മുടെ ടാർഗറ്റ് സെല്ലിൻ്റെ മുകളിലും ടാർഗറ്റ് സെല്ലിൽ നിന്ന് അത് റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് റിസപ്റ്റർ ഹോർമോൺ കോംപ്ലെക്സ് ഫോം ചെയ്യും. ദെൻ ഇറ്റ് ട്രാവൽസ് ഇൻസൈഡ് ദി സെൽ ആൻഡ് ഇറ്റ് റീച്ചസ് ദി ജീൻ and it alters the gene expression, then it produces corresponding DNA changes on or off. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ഷൻ കിട്ടും. അപ്പോൾ DNAക്ക് എന്ത് ആക്ഷൻ ഉണ്ടാക്കുകയാണെങ്കിലും കറസ്പോണ്ടിങ്ങിൽ എന്തുണ്ടാവണം? പ്രോട്ടീൻസ് ഫോം ചെയ്യണം. സോ ദിസ് DNA ഡയറക്ട്ലി ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ട് അത് mRNA ഉണ്ടാവും, ഓർ മെസ്സഞ്ചർ RNA. ഡീറ്റെയിൽസ് നിങ്ങൾ ബയോകെമിസ്ട്രിയിൽ പഠിക്കുന്നുണ്ട്. അത് DNA ഡയറക്റ്റ്ലി അതിന് ക്യാരക്ടറൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. DNA RNA ആയിട്ട് RNAയ്ക്കാണ് ക്യാരക്ടർ ഫോം ചെയ്യാൻ പറ്റുക. അപ്പോൾ DNA എന്താണെങ്കിലും RNA ആയിട്ട് മാറണം. അത് ആദ്യം mRNA ആയിട്ടാണ് മാറുന്നത്. ദാറ്റ് ഇസ് മെസ്സഞ്ചർ RNA. ദാറ്റ് പ്രോസസ് ഇസ് നോൺ ആസ് ട്രാൻസ്ക്രിപ്ഷൻ. സോ DNA ചേഞ്ച് ഇൻ ടു mRNA ആൻഡ് ദിസ് mRNA സിന്തസൈസ് ന്യൂ പ്രോട്ടീൻ. ഈ ന്യൂ പ്രോട്ടീൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ആവശ്യമുള്ള ആക്ഷൻ തരുന്ന ഹോർമോൺ. Okay, the new protein, that is the enzyme
that alter the cell activity and produce the റെസ്പോൺസ് ഓഫ് ദാറ്റ് ഹോർമോൺ. സോറി, ഞാനിവിടെ എൻസൈം എന്നാണ് എഴുതിയിട്ടുള്ളത്. അത് എൻസൈം അല്ല, അത് ഹോർമോണാണ് കേട്ടോ. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഈ സ്ക്വയറിനകത്ത് ഇവിടെ എൻസൈം അല്ല, ഇത് ഹോർമോണാണ്. ആ ഹോർമോൺ എന്ത് ചെയ്യും? സെല്ലിൻ്റെ ചേഞ്ചസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീനെ ചേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ നമുക്ക് വേണ്ട അല്ലെങ്കിൽ ഡിസൈഡ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് തരാണ് ചെയ്യുക. റെഡി? ഓക്കെ. ദെൻ നെക്സ്റ്റ്, ഇൻ കേസ് ഓഫ് വാട്ടർ സോലുബിൾ ഹോർമോണിന് നമ്മൾ നേരത്തെ കണ്ട പോലെ ഡയറക്റ്റ്ലി എന്ത് ചെയ്യാൻ പറ്റില്ല? സെല്ലിനകത്തോട്ടേക്ക് പാസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതെന്ത് ചെയ്യുള്ളൂ? സെല്ലിൻ്റെ മുകളിലുള്ള റിസപ്റ്ററിൽ വന്ന് അറ്റാച്ച് ചെയ്ത് നിൽക്കുകയും ചെയ്യൂ. ഇവിടെ ഒരു സെക്കൻഡ് മെസ്സഞ്ചർ മെക്കാനിസമാണ് നടക്കുന്നത്. സെക്കൻഡ് മെസ്സഞ്ചർ മെക്കാനിസം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇവിടെ എന്താ വരികയെന്ന് വെച്ചാൽ ഹോർമോൺ ഡയറക്റ്റ്ലി ബ്ലഡിനകത്ത് കൂടെ പാസ് ചെയ്തിട്ട്, ഇവിടെ സ്റ്റെപ്പ് വൈസ് ആണ്, ഇവിടെ നമ്പർ ഇട്ടത് കാണാം. ഹോർമോൺ ഡയറക്റ്റ്ലി പാസസ് ത്രൂ ദ ബ്ലഡ് ആൻഡ് ഇറ്റ് റീച്ചസ് ഇൻറ്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ്. ദെൻ ഇൻ ദ ടാർഗറ്റ് സെൽ വി ആർ ഹാവിങ് സോ മച്ച് ഓഫ് വാട്ട് റിസപ്റ്റേഴ്സ് ആൻഡ് ദിസ് ഹോർമോൺ ഗെറ്റ് അറ്റാച്ചസ് വിത്ത് ദ റിസപ്റ്റേഴ്സ്. ഈ റിസപ്റ്റേഴ്സിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്ത് നിൽക്കും ഓൺ ദി പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിൻ്റെ മുകളിലുള്ള റിസപ്റ്റേഴ്സിൽ ഈ ഹോർമോൺസ് വന്ന് അറ്റാച്ച് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുക. പിന്നെ എന്ത് പറ്റും? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഫോംസ് എ റിസപ്റ്റർ ഹോർമോൺ കോംപ്ലെക്സ്. ഓക്കെ, ഹോർമോൺ റിസപ്റ്റർ കോംപ്ലെക്സ് ഇവിടെ ഫോം ചെയ്യും. എന്നിട്ട് ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെംബ്രെയിൻ്റെ മുകളിലുള്ള ഒരു പ്രോട്ടീനാണ് ആക്ച്വലി ജി പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഈ മെംബ്രെയിൻ്റെ മുകളിൽ കാണുന്ന ഒരു പ്രോട്ടീനാണ്. എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ജി പ്രോട്ടീനുമായിട്ട് അറ്റാച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലെക്സ് അറ്റാച്ചസ് ടു ദി ജി പ്രോട്ടീൻ. ദെൻ ഈ ജി പ്രോട്ടീൻ പിന്നെ എന്ത് ചെയ്യും? ആക്ടിവേറ്റഡ് ആവും. അപ്പോൾ ആക്ടിവേറ്റഡ് ആകുമ്പം ദാറ്റ് ഈസ് ആക്ടിവേറ്റഡ് ജി പ്രോട്ടീൻ. ഈ ആക്ടിവേറ്റഡ് ജി പ്രോട്ടീൻ പിന്നെ ആരെ ആക്ടിവേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ് ആക്ടിവേറ്റ്സ് അഡിനിലേറ്റ് സൈക്ലേസ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ വന്നിട്ട് പ്ലാസ്മ മെംബ്രെയിൻ്റെ മുകളിൽ ഇവർ അറ്റാച്ച് ചെയ്യും ആൻഡ് ഇറ്റ് ഫോംസ് എ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലെക്സ് ആൻഡ് ദിസ് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലെക്സ് ദെൻ ഡയറക്ട്ലി അറ്റാച്ചസ് വിത്ത് എ ജി പ്രോട്ടീൻ ദാറ്റ് ഈസ് എ മെംബ്രെയിൻ പ്രോട്ടീൻ. Then this G protein activates and it forms activated G protein and this activated G protein again activate adenylate cyclase. ഇത്രയും നടക്കുന്നത് പ്ലാസ്മ മെംബ്രെയിൻ്റെ മുകളിലാണ്. ഓക്കെ, ദെൻ നമ്മൾ സെല്ലിൻ്റെ അകത്തോട്ടേക്ക് കയറാണ്. ദിസ് അഡിനിലേറ്റ് സൈക്ലേസ് ഇൻ ദ തേർഡ് സ്റ്റെപ്പ് കൺവേർട്സ് ATP ഇൻറ്റു സൈക്ലിക് AMP. ഓക്കെ, ഈ പ്രോസസ്സ് നടക്കുന്നത് നമ്മളുടെ സെല്ലിൻ്റെ ഉള്ളിലാണ്. സെല്ലിനകത്താണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. ദാറ്റ് ഈസ് നേരത്തെ ഇവിടെ ജി പ്രോട്ടീൻ ആക്ടിവേറ്റ് ചെയ്ത അഡിനിലേറ്റ് സൈക്ലേസസ് ATPനെ സൈക്ലിക് AMP ആയിട്ട് ആക്ട് ചെയ്യും, കൺവേർട്ട് ചെയ്യും. ഈ സൈക്ലിക് AMP ആണ് സെക്കൻഡ് മെസ്സഞ്ചറായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം വന്ന പ്രൈമറി മെസ്സഞ്ചർ അല്ലെങ്കിൽ ഫസ്റ്റ് മെസ്സഞ്ചർ എന്ന് പറഞ്ഞാൽ നോർമലി ഇവിടെ വന്ന ഹോർമോൺസ് ആണ് പ്രൈമറി മെസ്സഞ്ചേഴ്സ്. ദെൻ ഇവിടെ ഫോം ചെയ്ത് ATP എന്ന് ഫോം ചെയ്ത് സൈക്ലിക് AMP ക്യാൻ ആക്ട് ആസ് ദി സെക്കൻഡ് മെസ്സഞ്ചേഴ്സ്. പിന്നെ ബാക്കി ആക്ഷൻസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത് സൈക്ലിക് AMP ആണ്. ഓക്കെ, ദിസ് സൈക്ലിക് AMP പിന്നെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ സെല്ലിനകത്ത് ഇൻസൈഡ് ദി സൈറ്റോസോൾ ഇറ്റ് ആക്ടിവേറ്റ് പ്രോട്ടീൻ കൈനേസസ്. പ്രോട്ടീൻ കൈനേസിനെ ഒന്നുകിൽ അത് ഒരു പ്രോട്ടീൻ കൈനേസ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പ്രോട്ടീൻ കൈനേസ്. കൈനേസസ് എന്ന് പറഞ്ഞാൽ തന്നെ സിന്തസൈസ് ചെയ്യുന്ന എൻസൈംസ് ആണ്. ഓക്കെ, അപ്പോൾ പുതിയ പ്രോട്ടീൻസിനെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊരു ക്യാരക്ടർ വേണമെങ്കിൽ പ്രോട്ടീൻസ് വേണം. പ്രോട്ടീൻസ് ചുമ്മാ ഉണ്ടാവില്ല, അതിനെ ഉണ്ടാക്കുന്ന എൻസൈംസ് ആണ് പ്രോട്ടീൻ കൈനേസസ്. അപ്പോൾ ഈ സൈക്ലിക് AMP പോയിട്ട് ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ പ്രോട്ടീൻ കൈനേസിനെ ആക്ടിവേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് എ ഫോർത്ത് സ്റ്റെപ്പ്. ദെൻ ഈ പ്രോട്ടീൻ കൈനേസ് ആക്ടിവേറ്റഡ് ആവുമല്ലോ, എന്നിട്ട് എന്ത് പറ്റും? ഇതിന് ഫോസ്ഫോറിലേഷൻ നടക്കും. ഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞാൽ ആഡിങ് ഓഫ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് PO4 ഗ്രൂപ്പ് ഇവിടെ വന്നിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ഈ സെല്ലുലാർ പ്രോട്ടീൻസിൻ്റെ മുകളിൽ, ദാറ്റ് മീൻസ് എൻസൈംസ്. അപ്പോൾ നമുക്ക് ഏത് പ്രോട്ടീനാണോ അല്ലെങ്കിൽ ഏത് ഹോർമോണിനെയാണോ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അതിൻ്റെ ആക്ഷൻ എന്താണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ആക്ഷൻസ് മാത്രമേ സെല്ലിനകത്ത് നടക്കൂ. ഈ സെല്ലുലാർ പ്രോട്ടീൻസ് ആവശ്യമുള്ളിടത്ത് പോയിട്ട് മാത്രം എന്ത് പറ്റും? ഫോസ്ഫോറിലേഷൻ നടക്കും ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസസ് സെല്ലുലാർ പ്രോട്ടീൻസ്. ഓക്കെ, പിന്നെ ഫിഫ്ത്ത് സ്റ്റെപ്പിൽ എന്താ പറയണതെന്ന് വെച്ചാൽ ഈ സെല്ലുലാർ പ്രോട്ടീൻസ് ആക്ടിവേറ്റഡ് ആവും. വെച്ചാൽ ഫോസ്ഫോറിലേഷൻ നടന്നല്ലോ, ദാറ്റ് ഫോസ്ഫോറിലേഷൻ ആക്ടിവേറ്റ്സ് ദിസ് സെല്ലുലാർ പ്രോട്ടീൻസ്. അപ്പോൾ സെല്ലുലാർ പ്രോട്ടീൻസ് വീണ്ടും
ആക്ടിവേറ്റ് ആവും. സം ഓഫ് ദി സെല്ലുലാർ പ്രോട്ടീൻസ് ആർ ആക്ച്വലി ആക്ടിവേറ്റിംഗ് ആൻഡ് അനദേഴ്സ് ആർ ഇനാക്ടിവേറ്റഡ്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സപ്പോസ് നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടുതൽ വേണമെന്ന് വിചാരിക്കൂ. അപ്പോൾ ഗ്ലൂക്കോസിനെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആരാ ഗ്ലൂക്കോസിനെ പ്രൊഡ്യൂസ് ചെയ്യാം? അതിന് ഗ്ലൂക്കോഗോണും ഇൻസുലിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഗ്ലൂക്കോഗോണാണ് വേണ്ടത്, ഇൻസുലിൻ്റെ ലെവൽ കുറയണം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ സെല്ലുലാർ അത് അതിൽ എക്സ്പ്ലെയിൻ ലേറ്റർ കൂടുതലായിട്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ആക്ടിവേറ്റ് ആവും അല്ലെങ്കിൽ ഇനാക്ടിവേറ്റ് ആവും. ഹോർമോൺ വേണമെങ്കിൽ അത് ആക്ടിവേറ്റ് ആവും, ഹോർമോൺ വേണ്ടെങ്കിൽ അത് ഇനാക്ടിവേറ്റ് ആവും. ദാറ്റ് ഈസ് ദി 5th സ്റ്റെപ്പ്. ആൻഡ് ഇൻ ദി 6th സ്റ്റെപ്പ് ഇറ്റ് പ്രൊഡ്യൂസ് ഫിസിയോളജിക്കൽ റെസ്പോൺസ്. എന്ന് വെച്ചാൽ ഓൾറെഡി അത് ആക്ടിവേറ്റഡ് ആയി. ഇനിയിപ്പം ഗ്ലൂക്കോസ് ഫോം ചെയ്യണമെങ്കിൽ അത് ഫോം ചെയ്യും, ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഫോം ചെയ്യുന്ന പ്രോസസ്സിനെ സപ്രസ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ റിയാക്ഷൻ നടക്കുന്നത്. ഇനി നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ആ നോട്ടൊന്ന് വായിച്ച് നോക്കുക, അങ്ങനെയാണെങ്കിൽ എളുപ്പമുണ്ടാവും. ഓക്കെ, ദെൻ പിന്നെ ഫിസിയോളജിക്കൽ റെസ്പോൺസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഈ റെസ്പോൺസ് ഇങ്ങനെ ലൈഫ് ടൈം കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു പർട്ടിക്കുലർ ലെവലെത്തുമ്പോൾ അതിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ആഫ്റ്റർ അവർ ഡിസൈഡ് പീരീഡ്, നമ്മുടെ ആവശ്യമുള്ള സമയം കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്നറിയോ? ഫോസ്ഫോഡൈഎസ്ട്രേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻസൈം നമ്മുടെ സെല്ലിനകത്ത് ഉണ്ടാവും. ആ ഫോസ്ഫോഡൈഎസ്ട്രേസ് ഈ സൈക്ലിക് AMPനെ ഇനാക്ടിവേറ്റ് ചെയ്യും. നേരത്തെ പറഞ്ഞു സൈക്ലിക് AMP ആണ് സെക്കൻഡ് മെസ്സഞ്ചറായിട്ട് ആക്ട് ചെയ്യുന്നത്. സൈക്ലിക് AMP ഉണ്ടാവുന്നത് ATPക്കകത്ത് നിന്ന്. ആ ATP സൈക്ലിക് AMP ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ ടാർഗറ്റിൻ്റെ മുകളിൽ ഒരു ഏതെങ്കിലും പ്രൈമറി മെസ്സഞ്ചർ അല്ലെങ്കിൽ നോർമൽ ഹോർമോൺസ് വന്ന് അറ്റാച്ച് ചെയ്യണം, എന്നാൽ മാത്രമേ സൈക്ലിക് AMP ഫോം ചെയ്യൂ. ആ സൈക്ലിക് AMP ഇൻ പ്രസൻസ് ഓഫ് ഫോസ്ഫോഡൈഎസ്ട്രേസ് ഇറ്റ് ഗെറ്റ്സ് ഇനാക്ടിവേറ്റഡ്. അപ്പോൾ സൈക്ലിക് AMP ഇനാക്ടിവേറ്റ് ആയാൽ പിന്നെ എന്തുണ്ടാവില്ല? ഈ റിയാക്ഷൻസ് ഒന്നും നടക്കില്ല, നോർമലി അത് റെഡ്യൂസ് ആയിപ്പോവും. ഓക്കെ, അത്രയേ ഉള്ളൂ ഇതിൻ്റെ ആക്ഷൻ. ദെൻ അത് 2 ടൈപ്പ് ഹോർമോൺസിനെ പറഞ്ഞത് വാട്ടർ സോലബിളും ലിപ്പിഡ് സോലബിളും. വാട്ടർ സോലബിളാണ് കുറച്ച് ലെങ്തിയർ, ലിപ്പിഡ് സോലബിൾ എളുപ്പം കഴിയാവുന്നതാണ്. എന്നിട്ട് ഇനി വരുന്നത് ഈ 2 ഹോർമോൺസിൻ്റെയും റെഗുലേഷൻ. അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് വെച്ചാൽ, നോർമലി നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രമേ ഹോർമോൺസിൻ്റെ ലെവൽ ബോഡിയിൽ കൂടുതലായിട്ട് കാണൂ, അല്ലാത്ത സമയത്ത് അത് നോർമലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എപ്പോഴാണോ ആവശ്യം വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നെർവസ് സിസ്റ്റം സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യും. കറസ്പോണ്ടിങ് എങ്ങോട്ടേക്ക് പോകും? ഓർഗൻസ് അല്ലെങ്കിൽ ഗ്ലാൻസിൻ്റെ മുകളിലേക്ക് പോയിട്ട് നമുക്ക് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ചസ് ഇൻ ദ ബ്ലഡ്. അത് പറയുകയാണെങ്കിൽ സപ്പോസ് നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ, ഒരു നോർമൽ പേഴ്സൻ്റെ ഷുഗർ ലെവൽ കൂടുതലാവുകയാണെങ്കിൽ അത് എന്ത് ചെയ്യണം? അത് കുറയ്ക്കണം എന്നുള്ളത് പാൻക്രിയാസിനോട് ആര് പറയും? ബോഡി പറയും. ബോഡി ഇറ്റ്സെൽഫ് അത് അവിടെ പോയിട്ട് മെസ്സേജ് പാസ് ചെയ്യും. അപ്പോൾ അങ്ങനെയാകുമ്പം ഇൻസുലിൻ്റെ ലെവൽ കൂടിയിട്ട് നമ്മുടെ എന്ത് പറ്റും? ഗ്ലൂക്കോസ് ലെവൽ കുറയും. അല്ലെങ്കിൽ അതർ ഹോർമോൺസ്, തേർഡ് വൺ എന്ന് പറഞ്ഞാൽ അതർ ഹോർമോൺസ്, അത് ഗ്ലൂക്കോഗോണിൻ്റെയും ഇൻസുലിൻ്റെയും ഒക്കെ ലെവൽ നോർമലൈസ് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ടിൻ്റെയും ലെവൽ ബാലൻസ് ആയിരിക്കണം. ഒന്നിൻ്റെ ലെവൽ കൂടുകയാണെങ്കിൽ അടുത്ത ആളുടെ ലെവൽ കുറഞ്ഞിട്ട് രണ്ടും തമ്മിൽ എപ്പോഴും ബാലൻസിങ് ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ദിസ് ഈസ് അബൌട്ട് ദി കൺട്രോൾ ഓഫ് ഹോർമോൺ സെക്രേഷൻ. ഓക്കെ, അപ്പോൾ ഇതുകൂടെ നമ്മുടെ ഇൻട്രൊഡക്ഷൻ പോർഷൻ കഴിയും. പിന്നെ ഇതിൻ്റെ ഒരു പിക്ചർ ഉണ്ട്, ഞാൻ ആ പിക്ചർ നമ്പർ അയച്ചു തരാം. പറ്റുമെങ്കിൽ ആരെങ്കിലും ഒരാളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണം. ഓക്കെ, ശരി.